മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തുണ്ടായ ഒരു സംഭവത്തിലൂടെ ഒരു പെണ്ണെന്താണ്, അവരുടെ നിലവാരം എന്താണ്, വിലമതിക്കാൻ പറ്റാത്ത അനുഗ്രഹമായവൾ മാറിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പിതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ക്രൂരമായി അടിച്ച് മർദ്ദിച്ച് വിരൽ തുമ്പ് പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വാപ്പ പറയുകയാണ്, അല്ലയോ ഖലീഫ, ഞാനെന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത, എന്റെ വാക്കുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാത്ത, മാതാപിതാക്കളുടെ കടപ്പാടുകളെയും ബാധ്യതയും പാലിക്കാത്ത ഒരു മോനാണ് ഖലീഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഖലീഫ, ഈ പൊന്നുമോനെ നല്ല നിലക്ക് നിങ്ങളൊന്ന് ഉപദേശിച്ചൊരു മര്യാദക്കുട്ടനാക്കി എനിക്ക് വാർത്തെടുത്തു തരണം ഖലീഫ. സാധാരണ നമ്മളുടെ മക്കൾ വഴിപഴച്ചാൽ തങ്ങന്മാരുടെ അടുത്തും ഉസ്താദുമാരുടെ അടുത്ത് കൊണ്ടുപോയി അവരുടെ കാര്യത്തിൽ പരാതി പറഞ്ഞ് ദുആ ചെയ്യിപ്പിക്കും പോലെ ഈ വാപ്പ വന്ന് പ്രിയപ്പെട്ട ഖലീഫയോട് പരാതി പറയുകയാണ്. മകന്റെ മോശപ്പെട്ട സ്വഭാവത്തെക്കുറിച്ച്, മകന്റെ വേണ്ടാധീനതയെക്കുറിച്ച്, മാതാപിതാക്കളോട് മകന് പാലിക്കാത്ത കടപ്പാടുകളെ കുറിച്ച് ഖലീഫയോട് പരാതി പറഞ്ഞപ്പോ പുലിയെപ്പോലെ നിൽക്കുന്ന ഖലീഫ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ രൂപഭാവം കണ്ടാൽ കാലഘട്ടത്ത് പേടിച്ച് ഭയന്ന് വിറക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തീപാറുന്ന കണ്ണുകൾ കണ്ടാൽ, ശബ്ദഗാംഭീര്യം കേട്ടാൽ, ഉമറിന്റെ രൂപഭാവം കണ്ടാൽ ഭയന്ന് വിറക്കാത്ത ആളുകളുടെ കാലഘട്ടത്തുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പുലിയുടെ മുമ്പിലാണ്, ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലാണ് അനുസരണയില്ലാത്ത ഒരു പൊന്നുമോനെ ഉപദേശിക്കാൻ ഒരു വാപ്പ കൊണ്ടിടുന്നത്. ആ പൊന്നുമോനെ അടുത്ത് വിളിച്ചു പ്രിയപ്പെട്ട ഖലീഫ മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെയും ബാധ്യതകളെയും കുറിച്ച് ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് പഠിപ്പിക്കുകയാണ്. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. മാതാപിതാക്കളെ ഒരു കുത്തുവാക്കുകൊണ്ട് പോലും നോയിപ്പിക്കല്ലേ. മാതാപിതാക്കളെ എന്ന ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കല്ലേ. ഇങ്ങനെയുള്ള കടപ്പാടുകളെയും ബാധ്യതകളെയും കുറിച്ച് മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പൊന്നുമോനോട് ഉപദേശിക്കുകയാണ്. ഇതെല്ലാം മോന് കേട്ടു. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇരുന്ന് കേട്ടു. എല്ലാം ഗ്രഹിച്ച് മനസ്സിലാക്കി ആ പൊന്നുമോന് തിരിച്ച് ഖലീഫയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അല്ലയോ ഖലീഫ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. മാതാപിതാക്കളോട് എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. നിങ്ങൾ പറയുന്നത് അനുസരിക്കാനും ഞാൻ ഉൾക്കൊള്ളാനും തയ്യാറാണ്. എന്നാൽ ഖലീഫ, മാതാപിതാക്കളോട് എനിക്ക് കടപ്പാടുകളും ബാധ്യതകളും ഉള്ളതുപോലെ തിരിച്ച് എന്റെ മാതാപിതാക്കൾക്ക് എന്നോട് വല്ല കടപ്പാടുകളും ബാധ്യതകളും ഉണ്ടോ ഖലീഫ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ പൊന്നുമോന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ഞെട്ടിപ്പോയി എന്ന് ചരിത്രം പറയാം. എന്റെ മാതാപിതാക്കളോട് എനിക്ക് കടപ്പാടുകളും ബാധ്യതകളും ഉള്ളതുപോലെ എന്റെ മാതാപിതാക്കൾക്ക് എന്നോട് വല്ല കടപ്പാടുകളും ബാധ്യതകളും ഉണ്ടോ ഖലീഫ എന്ന് ചോദിക്കുമ്പോ നമ്മളൊക്കെ വിചാരിച്ചത് എങ്ങനെയാ? മക്കൾ നമ്മെ അനുസരിക്കണം, നമ്മൾ പറഞ്ഞതുപോലെ കേൾക്കണം, നമ്മളവരെ ധിക്കരിക്കാൻ പാടില്ല, വെറുപ്പിക്കാൻ പാടില്ല. പക്ഷേ മക്കളോട് വാപ്പയാകുന്ന നമുക്കൊരു കടപ്പാടും ബാധ്യതകളില്ല എന്നാണ് നമ്മളൊക്കെ വിചാരം. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പൊന്നുമോന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ആ പൊന്നുമോന്റെ വാപ്പയെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ടോ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വാപ്പയോട് ഖലീഫ പറയുകയാണ്, ആ പൊന്നുമോന്റെ വാപ്പയോടൊന്നല്ല, ഈ ഒബർല എന്ന് പറയുന്ന സദസ്സിലുള്ള നിങ്ങളടക്കമുള്ള വാപ്പന്മാരോട് ലോകാവസാനം വരെ വരുന്ന ഈ ഭൗതിക ലോകത്തുള്ള വാപ്പന്മാരോട് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ സംസ്കാര സമ്പന്നരായ മക്കളായി മാറണോ, അല്ലാഹനെ പേടിക്കുന്ന മക്കളാകണോ,
മാതാപിതാക്കളെ അനുസരിക്കുന്ന ധിക്കരിക്കാത്ത പടച്ചവനെ ഓർത്തുകൊണ്ട് അള്ളാന്റെ ഭൗതിക ലോകത്ത് മാതാപിതാക്കളുടെ കടപ്പാടുകളും ബാധ്യതകളും പാലിക്കുന്ന മക്കളാകണോ. ഭാവിയിൽ വളർന്നു വരുന്ന നമ്മുടെ തലമുറ കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പെണ്ണിന്റെയും അടിമകളാകാതെ പടച്ചവന്റെ ഭയഭക്തിയുമുള്ള മക്കളാകണോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വാപ്പയെ വിളിച്ചുകൊണ്ട് പറയുന്ന മറുപടി എന്തെന്നറിയോ? അയ്യന്തഖിയ ഉമ്മാ അയ്യന്തഖിയ ഉമ്മാ. മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. നമ്മളെ മക്കളെ നന്നാകണമെങ്കിൽ, നമ്മളുടെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നമ്മളുടെ ഭാര്യ, ആ മക്കളുടെ ഉമ്മ നന്നാകണമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പൊ ഒരു പെണ്ണിന്റെ വില എന്തെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളൊക്കെ പാടുപെടുന്നതും കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും ചോര നീരാക്കി നാട്ടിലും ഗൾഫ് രാജ്യത്തും നമ്മുടെ സംസ്ഥാനങ്ങളെ മാറി മറന്നുകൊണ്ട്, എല്ലാത്തിനെയും മറന്ന് എല്ലാം സഹികെട്ട് ത്യാഗത്തിന്റെ തീച്ചൂളകൾ ഭൗതിക ലോകത്ത് സഹിക്കുന്നത് ആർക്ക് വേണ്ടി? അത് ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾ എവിടെയോ നോക്കിയാ ഞാൻ ആർക്ക് വാ പറയാൻ? ആർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ മനുഷ്യന്മാർ ആർക്ക് വേണ്ടി? കുടുംബത്തിന് വേണ്ടിയല്ലേ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്ന? ഒറ്റത്തടിക്ക് വേണ്ടി കഷ്ടപ്പെടണം. സൽമാൻ ഖാനെ പോലെ നല്ല രസമായിട്ട് ജീവിക്കുക. ഒരു ടെൻഷൻ ഉണ്ടാ, ഒരു ബേജാറുണ്ടാ? ഒറ്റത്തടി. ഈ ഒറ്റത്തടി പോറ്റാൻ വേണ്ടി ഒബർലയിൽ നിന്ന് പ്രവാസ ലോകത്ത് പോയി പ്രയാസത്തിന്റെ തീച്ചൂളകളിൽ വെന്തുരുകി നീറുന്ന സങ്കടവുമായി ഒരുപാട് ദുഃഖ ദുരിതങ്ങളുമായി അറബിയുടെ ആട്ടും തൂപ്പും കേട്ടുകൊണ്ട് പൊരിവെയിലത്ത് പണിയെടുക്കണോ? എടുക്കണ ആവശ്യമുണ്ടാ? ഗൾഫ് രാജ്യത്തുള്ള ആളെന്ന് കൈപൊക്കിയ അണക്കെന്ത് വേണ്ട? ഞാനിന്ന് ചോദിക്കല നിങ്ങളോട്, കൈ പൊക്കാനെ പേടി ഒരാൾക്ക് എന്നാ ചോദിച്ചു. ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? പ്രവാസി എന്ന് പറഞ്ഞാൽ ഓൻ കുടുങ്ങിയത് തന്നെ. ചങ്കിലേക്ക് വെള്ളിയിടേണ്ട അവസ്ഥ അല്ലേ? എല്ലാവരും പോകുന്നവൻ്റെ അടുത്ത്. ഒരു വിചാരിക്കുന്ന പ്രവാസി എന്ന് പറയുമ്പോ അവിടെ പൈസന്റെ മരം വൈറ്റവും കുലുക്കുന്നത്. അവന്റെ പ്രയാസങ്ങളും അവന്റെ നീറുന്ന സങ്കടങ്ങളും അവന്റെ കടബാധ്യതകളും അവന്റെ വീടിന്റെ പ്രയാസങ്ങളും പരിഭവങ്ങളും ചോദിക്കാൻ ആരില്ല. ഇതിന് പ്രവാസ ലോകത്തേക്കും മറ്റുള്ള നാടുകളിലേക്കും നമ്മൾ പോകുന്നത് എന്തിന്? നമ്മളെ കുടുംബം പോറ്റാൻ അല്ലേ? ഒന്ന് പറഞ്ഞ മനുഷ്യന്മാരല്ലേ, കുടുംബം പോറ്റാനാ പ്രയാസപ്പെടുന്നത്. ആ കുടുംബമാണ് നമുക്കെല്ലാം. നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കളുടെ ഭാവി ജീവിതത്തെ നിരൂപിക്കാനും സ്വരൂപിക്കാനും ആ മക്കളെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാനും പ്രയാസങ്ങളായാലും പരിഭവങ്ങളായാലും വിഷമങ്ങളായാലും സങ്കടങ്ങളായാലും വേദനകളായാലും എല്ലാം മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടി? കുടുംബത്തെ പോറ്റാൻ അല്ലേ? എന്നാൽ ആ കുടുംബം നന്നാകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ, നിന്റെ മക്കൾക്ക് നല്ലൊരു ഉമ്മയെ കൊടുക്കണം. പെണ്ണ് പൊന്നാകണം, പെണ്ണ് സ്വാലിഹത്താകണം. മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ നിങ്ങൾ കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് ഇവിടെ പെണ്ണ് പൊന്ന് എന്ന് മനസ്സിലാവുന്നത്. ഏറ്റവും വലിയ അനുഗ്രഹം പെണ്ണ്. എപ്പോഴാണ് എന്റെ ഓബർലക്കാരാ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കൊടുക്കാൻ, ഒരു ഉമ്മയെ കൊടുക്കാൻ നീ തീരുമാനിക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ് മക്കൾക്ക് നല്ലൊരു ഉമ്മയെ കൊടുക്കേണ്ടത്? മക്കളുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാ? അല്ലെങ്കിൽ മക്കളെ പ്രസവം കഴിഞ്ഞിട്ടാ? അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് ചേർത്തതിന്റെ ശേഷമാണോ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലോകത്തിന്റെ നേതാവ് പറയുകയാ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്കൊരു നല്ല ഉമ്മയെ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അള്ളാഹുവിന്റെ ഭൗതിക ലോകത്ത് നിന്റെ കുടുംബമുണ്ടല്ലോ, നിന്റെ കുടുംബ ജീവിതമുണ്ടല്ലോ. അള്ളാഹു പൊരുത്തപ്പെട്ട കുടുംബമാകാൻ നിന്റെ മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കാൻ നീ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പാണ്. അതല്ലേ ലോകത്തിന്റെ നേതാവ് പറഞ്ഞത്, തുൻകഹുൽ മറാത്തു ലിഅർബഇ ഖിസാൽ. 4 കാര്യങ്ങൾക്ക് വേണ്ടി നിനക്ക് മംഗലം കഴിക്കാമെടാ. 4 കാര്യങ്ങൾക്ക് വേണ്ടി നിനക്ക് കല്യാണം കഴിക്കാമെടാ. അള്ളാന്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, ലിമാലിഹാ. 1 പെണ്ണിന്റെ സമ്പത്ത് കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. പെണ്ണിന്റെ സമ്പത്ത് കണ്ടിട്ട്, പെണ്ണിന്റെ ഉപ്പാന്റെ സ്വത്ത് കണ്ടിട്ടല്ല. എത്രയോ ആളുകളെ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, മിഞ്ഞാന്നല്ലേ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തത് തെക്കൻ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ.
ഡോക്ടറാണ്, MBBS കഴിഞ്ഞ ഒരു ഡോക്ടറായ പെണ്ണ് തന്നെ കല്യാണം കഴിക്കാമെന്ന് ഉറപ്പു നൽകിയ, വാഗ്ദാനം ചെയ്ത ഒരു ഡോക്ടറിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്തു. കാരണം എന്താ? സ്ത്രീധനം. 1.5 കോടിയാ ചോദിച്ചേ. ആലോചിച്ച് നോക്കിയേ. എത്രയോ വാപ്പന്മാരെ നമുക്ക് കാണാം. എത്രയോ വാപ്പന്മാർ തന്റെ പ്രിയപ്പെട്ട, ഇന്നൊരു പെണ്ണ് ജനിച്ചു പറഞ്ഞാൽ അങ്ങനെയാണ്, പല വാപ്പന്മാരും സങ്കടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ദുരിതത്തിലാവുന്നത്. ആ വാപ്പാക്ക് നീറുന്ന സങ്കടങ്ങൾ അള്ളാഹുവിന്റെ ഭൗതിക ലോകത്ത് അദ്ദേഹത്തിന് പടർന്നിറങ്ങുന്നത് ഇങ്ങനെയുള്ള ഒരു മോശപ്പെട്ട ഹീനമായ പ്രവർത്തനങ്ങൾ നമ്മുടെ യുവാക്കളിൽ നിന്നുള്ള ഉണ്ടാകുന്നതുകൊണ്ടാണ്. സ്ത്രീധനം അല്ലേ? പള്ളി വരാന്തകളിൽ മുസല്ലി വിരിച്ച് ആരാന്റെ മുമ്പിൽ കൈനീട്ടി പടച്ചറബേ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി പെടുന്ന പാടുകൾ പല വാപ്പന്മാരെ നമ്മൾ കാണാറുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ ഇസ്സത്തുള്ളവരാക്കട്ടെ. ഒരിക്കലും പെണ്ണിന്റെ ആ ഒരു സമ്പത്തിന്, പെണ്ണിന്റെ വാപ്പാന്റെ അവിടുത്തെ രക്തം ഊറ്റി കുടിക്കുന്ന രാക്ഷസന്മാരായി നമ്മൾ മാറരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതാണ്. ഒരു പെണ്ണിന് സമ്പത്തുണ്ടോ, ആ പെണ്ണിന്റെ സമ്പത്ത് കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലി ജമാലിഹാ, ഒരു പെണ്ണിന്റെ ഭംഗി കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. സുന്ദരിയായ സുമുഖിയായ ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലി ഹസബിഹാ, ഒരു പെണ്ണിന്റെ തറവാട് കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലി ദീനിഹാ, അല്ലാഹുവിനെ പേടിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ഇബാദത്ത് ചെയ്യുന്ന, നിന്നെ അനുസരിക്കുന്ന, നിന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന, സിനിമ സീരിയൽ റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സിരിക്കാത്ത ഒരു പെണ്ണിനെയും നിനക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മോനെ, ഒരു പെണ്ണിന്റെ സമ്പത്ത് കണ്ടുകൊണ്ട് കല്യാണം കഴിക്കല്ലടാ, ഒരു പെണ്ണിന്റെ അഴക് കണ്ട് കല്യാണം കഴിക്കല്ലടാ. അതൊക്കെയും തീർന്നു പോവുകയാ. 2 പ്രസവിച്ചാൽ നിന്റെ ഭാര്യയുടെ സൗന്ദര്യം അഴുകിപ്പോവുകയാ. അല്ലാഹുവേ പടച്ചവനെ, ഒരു രോഗം വന്നാൽ, പ്രയാസം വന്നാൽ, നീറുന്ന സങ്കടം വന്നാൽ ആ പെണ്ണിന്റെ സാമ്പത്തിക സ്രോതസ്സും തകർന്നടിയുകയാണ്. ഒരു പെണ്ണിന്റെ തറവാട് കണ്ടുകൊണ്ട് നീ കല്യാണം കഴിക്കല്ലടാ. നിന്റെ മക്കൾക്കൊരു നല്ല ഉമ്മയെ കൊടുക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ കല്യാണം കഴിക്കേണ്ട പെണ്ണാരാണെന്നറിയോ? ഫൾഫർ ബിദാത്തിദ്ദീൻ, ഫൾഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള തഖ്വയുള്ള അല്ലാഹുവിനെ പേടിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണിനെ നീ കല്യാണം കഴിച്ചാൽ നീ ദുനിയാവും ആഖിറവും വിജയിക്കുകയാ. ഇനിങ്ങാലും ദീനില്ലാത്ത, സ്വാലിഹത്തല്ലാത്ത ഒരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചാൽ, ഒരു പെണ്ണിന്റെ സമ്പത്ത് കണ്ട്, ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ട്, ഒരു പെണ്ണിന്റെ തറവാട് മഹിമ കണ്ടുകൊണ്ട് നീ കല്യാണം കഴിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തരിബത്ത് യദാ, തരിബത്ത് യദാ. നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് നീ മണ്ണ് തിന്നിട്ട് പോകും. മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലാന്നാ? നിങ്ങൾ മണ്ണ് തിന്നിട്ട് പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്കിയ എത്ര പേർക്കുണ്ട് സ്വാലിഹത്തായ ഭാര്യ? ഒന്ന് കൈവക്കിയ. മംഗല കഴിച്ചിട്ടില്ലേ? വയസ്സമാറൊന്നും വെക്കുന്നില്ലല്ലേ? ഒന്ന് ഉഷാറായിട്ട് കൈവക്കിയ. സ്വാലിഹത്തായ പെണ്ണ് എത്ര ആൾക്കുണ്ട് എന്ന് ഭാര്യ? എന്ത് സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്ത്? ഉസ്താദാണ്, നിന്റെ തുണിയുപ്പായ അലക്കി തരുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്, മക്കളെ നോക്കുന്നു. ഇതല്ല സ്വാലിഹത്തായ ഭാര്യയുടെ ക്വാളിറ്റി. എന്താ? ജീവിതത്തിൽ നിന്നെ ഇന്നേ വരെ ഒരു ഛേ എന്ന ഒരു വാക്ക് പോലും പറയാത്ത പെണ്ണ്. കുറെ ആൾ കൈപ്പൊക്കില്ലേ? ഇതുവരെ ഉസ്താദെ മംഗലം കഴിച്ചിട്ട് കുറെ കാലായി, എന്നെ ഛേ എന്റെ ഭാര്യ വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളൊന്ന് കൈപ്പൊക്കിയേ. എല്ലാം വിളിച്ചിനല്ലേ? മുമ്പൊരു പ്രസംഗ വേദിയിൽ ഇങ്ങനെ വയത് പറയുമ്പോ പരിപാടിന്റെ വേദിയിൽ ഇങ്ങനെ പ്രസംഗം പറയുമ്പോ ആര് കൈപ്പൊക്കിയില്ല. ഒരു ബാലക്കാരെ മാത്രം ഭയങ്കര ഉസാറായിട്ട് കൈപ്പൊക്കി. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി.
ഒന്നിരിക്കലും അവൻ്റെ ഭാര്യ സ്വാലിഹ തന്നെ, അല്ലെങ്കിൽ ഇന്നലെ വിറ്റുമംഗല കഴിച്ചിനായിരിക്കും. പിന്നെ നമുക്ക് പറയാൻ സമയമില്ലല്ലേ, ഈ പോകുന്ന കൗജിയും വരുന്ന കൗജിയല്ലേ. ഒരാഴ്ച എന്തായാലും ഒരു ഫ്രീഡം ഉണ്ടാവും. ചില ബാല്യക്കാർ മംഗളത്തിന്റെ വേദിയിൽ ചിരിക്കുമ്പോ ചില ആൾ പറയാറുണ്ട്, ചില ഉസ്താമാരൊക്കെ, ഇത് അവസാനത്തെ ചിരി ഉസ്താദ്, അതിനൊന്നും ചിരിക്കാനില്ല ജീവിതത്തിൽ. കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നാ പല വിചാരം. അങ്ങനെ ഈ ബാലക്കാരെ മാത്രമേ കൈവക്കി ഭയങ്കര സന്തോഷമായി, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അപ്പൊ ഞാനോട് ചോദിച്ചു, എന്താ നിന്റെ ഭാര്യ ബാസന്മാർ എല്ലാരും പറയുന്നേ വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു, ഉസ്താദെ എന്റെ ഓള് വിളിച്ചിട്ടേ ഇല്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. പിന്നെ വിളിക്കേണ്ടതെല്ലാം വിളിച്ചിരുന്നു ഉസ്താദ്, ഇത് മാത്രമേ വിളിച്ചിട്ടില്ല. അപ്പൊ ശരിയല്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, തെറ്റില്ലല്ലോ. സ്വാലിഹത്തായ പെണ്ണാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്താക്കട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നമ്മുടെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലുള്ള പെണ്ണ് രക്ഷപ്പെടണം. നമ്മുടെ നാട് നന്നാകണമെങ്കിൽ നാട്ടിൽ ഒരുപാട് പള്ളികളുള്ളത് കൊണ്ടായില്ല, ആ നാട്ടിൽ ഒരുപാട് മദ്രസകളും സ്ഥാപനങ്ങളും ഉള്ളത് കൊണ്ടായില്ല, ആ നാട്ടിൽ ഒരുപാട് പണ്ഡിത മഹത്തുക്കളും സാദാത്യങ്ങളും നല്ലവരായ ഹാജിയാറുമാരും ആ പരിശുദ്ധമായ നാട്ടിന്റെ പള്ളിയുടെ അകത്തളത്ത് സുജൂദ് ചെയ്യുന്ന കാരണവന്മാരും ഒരുപാട് നല്ലവരായ യുവാക്കളും ഉള്ളത് കൊണ്ടായില്ല. മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, ആ നാട്ടിലുള്ള സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ഭാര്യമാരും ആ നാടിന്റെ വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കഴിയുന്ന പെണ്ണ് എന്നാണോ സംസ്കാര സമ്പന്നളായി മാറുക, അന്ന് ആ നാട് നന്നാവുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ വിജയത്തിന് നിദാനമായ പ്രധാനപ്പെട്ട ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമായി നാടിന്റെ ഒരു യുഗപുരുഷനാവാ. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലവരിൽ വെച്ച് നല്ലവരായ സന്തതികൾ വളർന്നു വരാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നിന്റെ വീട്ടിലുള്ള നിന്റെ ഭാര്യ രക്ഷപ്പെടലാ, നിന്റെ ഭാര്യ നന്നാവലാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാം. അപ്പൊ എന്ത് ഒരു വാപ്പാന്റെ പണി, ഒരു ഭർത്താവിന്റെ പണി, ഒരു ഭാര്യ നന്നാക്കലാണ്, മക്കൾക്കൊരു നല്ല ഉമ്മയെ കൊടുക്കലാണ്. അതേ സമയത്ത് ഒരു പെണ്ണിന്റെ പണി എന്താ? ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിൽക്കുന്ന എനിക്കും ഇരിക്കുന്ന നിങ്ങൾക്കും ഈ വാള് കേട്ട് പോയാ പോരാ, പൊരന്റെ പണി മാത്രം നോക്കിയാ പോരാ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മോട് പഠിപ്പിക്കുകയാണ്. ഒരുപാട് ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കുല്ലുക്കും റായിൻ മസ്ഊലുൻ അൻ റഅയതിഹി. ഒബർലയുടെ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാരണവന്മാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മോട് പഠിപ്പിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പുരുഷനോട് പഠിപ്പിക്കുകയാണ്. ഇരിക്കുന്ന നിങ്ങളാണ് പള്ളി പരിപാലിക്കേണ്ടത്, ഇരിക്കുന്ന നിങ്ങളാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടേണ്ടത്, ഇരിക്കുന്ന നിങ്ങളാണ് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പേണ്ടത്, ഇരിക്കുന്ന നിങ്ങളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ടത്, ഇരിക്കുന്ന നിങ്ങളാണ് പഞ്ചായത്തിൻ മെമ്പറും പ്രസിഡന്റുമാകേണ്ടത്, പള്ളി പരിപാലിക്കേണ്ടത് നിങ്ങളാ. എന്നാൽ ഒരു പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വൽ മർഅതു റായിയാ. ഈ വിബർലയുടെ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ച് കൂടിയ പെണ്ണേ, നിനക്കും ഉത്തരവാദിത്വമുണ്ട് മോളേ. നിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഒബർലയിലുള്ള പള്ളി പരിപാലികളല്ല നിന്റെ ഉത്തരവാദിത്വം, ഇവിടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടലല്ല നിന്റെ ഉത്തരവാദിത്വം. പെണ്ണെ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ വേണ്ടി പോലും ദീൻ നിന്നോട് പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇവിടത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറാകാൻ പോലും ദീന് നിന്നോട് അനുവദിക്കുന്നില്ല. പക്ഷേ നിനക്ക് ഉത്തരവാദിത്വമുണ്ട് മോളെ. ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് പടച്ചവന്റെ കോടതിയിൽ കടന്നു ചെല്ലുമ്പോ അല്ലാഹു നിന്നോട് ചോദിക്കുകയാ, എന്താണ് ആ ഉത്തരവാദിത്വം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വമസ്ഊലത്തുൻ അൻ അഹ്ലി ബൈതി സൗജിഹാ വവലദിഹി
നാളെ പടച്ചവന്റെ ലോകത്തേക്ക് നീ കടന്നു ചെല്ലുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ മക്കളെ എങ്ങനെ പോറ്റി, ഏത് നിലവാരത്തിലേക്ക് എത്തിച്ചു, എങ്ങനെയാണ് അവരെ നീ വളർത്തിയത് എന്ന് അല്ലാഹു നിന്നോട് ചോദിക്കാതെ നീ വെച്ച കാൽപാദം ഒരിഞ്ച് പോലും ചലിപ്പിക്കാൻ അനുവദിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണിന്റെ ഉത്തരവാദിത്വം അതാണ്. ഒരു കുടുംബത്തെ കുടുംബമാക്കി മാറ്റലാണ് ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടല്ല മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ ഞാൻ ഗുണം ചെയ്യേണ്ടത് ആർക്കാണ് നബിയേ? ആദ്യം പറഞ്ഞു ഉമ്മാക്ക്, രണ്ടാമതും ഉമ്മാക്ക്, മൂന്നാമതും ഉമ്മക്ക് തന്നെ പറഞ്ഞു, നാലാമതാണ് വാപ്പാക്ക് പറഞ്ഞത്. ഒരു ഉമ്മാന്റെ കാൽച്ചുവട്ടിലാണ് ഒരു മോന്റെ സ്വർഗമെന്ന് വിശുദ്ധ ദീൻ പഠിപ്പിക്കുമ്പോ, മുത്തു റസൂലുള്ള പഠിപ്പിക്കുമ്പോ നമ്മൾ ആലോചിക്കണം ഒരു പെണ്ണിന്റെ വില. കാരണം പെണ്ണ് അങ്ങനെയാണ്. ആ പെണ്ണ് അനുഗ്രഹമായി മാറിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പേടിക്കണ്ട. ലോക ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ അങ്ങനെയാണല്ലോ. ഒരു പെണ്ണിന് എന്തും കഴിയും. ഒരു പെണ്ണ് ഒരു മനുഷ്യന്റെ ഉയർച്ചയിലും പ്രവർത്തിച്ചവളാണ്, ഒരു പെണ്ണ് ഒരു മനുഷ്യന്റെ തകർച്ചയിലും പ്രവർത്തിച്ചവളാണ്. എന്തും കഴിയും ഒരു പെണ്ണിന്റെ. രാഷ്ട്രീയ മേലാളന്മാരെ അധികാര കസേരയിൽ നിന്ന് താഴോട്ടിറക്കാൻ കഴിവുള്ള പെണ്ണ്, അള്ളാഹുവിന്റെ പള്ളിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പണ്ഡിതനായ മനുഷ്യന്റെ മനസ്സിളക്കി വിട്ട് ദുർമന്ത്രവാദങ്ങളെ മുഴക്കിവിട്ട് നരകത്തിന്റെ കണൽകെട്ടുകളാക്കി മാറ്റാൻ കഴിവുള്ള പെണ്ണ്, ഈ സമുദായത്തിന്റെ പള്ളിക്കകത്ത് നെറ്റിത്തടം വെച്ച് പൊട്ടിക്കരയാൻ വിധിക്കപ്പെട്ട ആയിരക്കണക്കായ പതിനായിരക്കണക്കായ യുവകോമളന്മാരെ കണ്ണ് കാണിച്ചുകൊണ്ട്, നഗ്നമേനി കാണിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ കഴിവുള്ള പെണ്ണ്. ഒരു പെണ്ണിന് എന്തും കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കുമ്പോൾ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയാം. ഒരു പെണ്ണ് നന്നായാൽ എന്ത് സംഭവിക്കും, ഒരു പെണ്ണ് മോശപ്പെട്ടാൽ എന്ത് സംഭവിക്കും. ഒരു മോശപ്പെട്ട ഉമ്മയെക്കുറിച്ച്, ഒരു നല്ല ഉമ്മയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലറബല്ലാഹു മസലൽ ലല്ലദീന കഫറു ഇംറഅതനു ഇംറഅതലൂത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖലൻ നാറ മഅദ്ദാഖിലീൻ. ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? രത്നചുരുക്കം. ഒരു വാപ്പ എത്ര വലിയ ആളായാലും ഉമ്മ മോശപ്പെട്ടാൽ മക്കൾ വഴിപിഴക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. വാപ്പ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ മോശപ്പെട്ടാൽ മക്കൾ വഴിപിഴക്കും, കുടുംബം നന്നാവൂല്ല. ആരെക്കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നതെന്നറിയോ? എന്നെ പോലൂത്ത, നിങ്ങളെ പോലൂത്ത സാധാരണക്കാരനായ ഒരു വാപ്പയെ കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, 950 വർഷങ്ങളോളം ദീൻ പ്രബോധനം നടത്തിയ, 1050 വർഷങ്ങളോളം അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് ജീവിച്ചു പോയ മഹാനായ താജുൽ അംബിയാഹ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകനെ കുറിച്ച്, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവേ പടച്ചവനെ, ഒന്നല്ല രണ്ടല്ല 950 വർഷങ്ങളോളം ഈ ഭൗതിക ലോകത്ത് പ്രബോധനം നടത്തിയപ്പോ അല്ലാഹുവേ പടച്ചവനെ ആരും വിശ്വസിച്ചില്ലല്ലോ. സ്വന്തം ഭാര്യ പോലും മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തള്ളി പറയുകയാണ്. നന്നാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ പ്രിയപ്പെട്ടവൾക്കുണ്ടായിരുന്നു. കാരണം എന്തേ? പ്രിയപ്പെട്ട ഭർത്താവിനോടുകൂടെ ഒരുപാട് കാലം കൂടെ കിടന്ന പെണ്ണാണ്. എന്നിട്ട് പോലും ആ പെണ്ണ് വഴിപിഴച്ചു എന്ന് മാത്രമല്ല, ദീൻ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ടവര് പൊന്നുമോനിയും കൂടി അവളുടെ ദീനിലേക്ക് കൂട്ടുകയാണ്, അവള് വഴിപിഴപ്പിക്കുകയാണ്. അതല്ലേ വിശുദ്ധ ഖുർആൻ പോലും പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാലം ഭൗതിക ലോകത്ത് പ്രബോധനത്തിന്റെ പറുദീസയിൽ നടന്ന മഹാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷങ്ങളോളം പ്രബോധനം നടത്തിയപ്പോ ഇല്ലാ ഖലീലം മിൻഹും, ചുരുങ്ങിയ പേര് മാത്രം ദീൻ പ്രബോധനത്തിൽ വിശ്വാസം അവിടെ നിന്ന് ഏറ്റെടുത്തപ്പോ അവസാനമായി സഹികെട്ടും എടുത്തുപോയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തിൽ
ഉമ്മത്തിനെതിനായി കേടായി പ്രാർത്ഥിച്ചപ്പോ അല്ലാഹുവേ പടച്ചവനെ തൂഫാന് വരികയാണ്. പടച്ച റബ്ബേ, ഒരുപാട് ആളുകൾ മുങ്ങിച്ചാകാൻ വേണ്ടി പോവുകയാണ്. മുങ്ങിച്ചാവാൻ വേണ്ടി പോയപ്പോ ആ കൂട്ടത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവിശ്വാസിയായ ഭാര്യയുണ്ടല്ലോ, പ്രിയപ്പെട്ട പൊന്നുമോനാകുന്ന കൻആനും ഓടി വരികയാ. വെള്ളപ്പൊക്കത്തിൽ നിന്നൊന്ന് കരകയറാൻ വേണ്ടി ഓടി വരികയാണ്. പടച്ചവനെ പർവ്വതം ആശ്രയിച്ച് ഓടി വരുന്ന പ്രിയപ്പെട്ട തങ്കക്കുടമാണ്. അവിശ്വാസിയായാൽ എന്തേ, ഉമ്മ വഴിപിടപ്പിച്ചാൽ എന്തേ, തന്റെ തങ്കക്കുടമല്ലേ, സ്വന്തം ബീജത്തിൽ നിന്ന് പിറന്നുപോയ പൊന്നുമോനല്ലേ. അല്ലാഹുവേ പടച്ചവരെ, കൻആനിനെ ആ വാപ്പ വന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ്, യാ ബുനയ്യർക്കമ്മാനാ, വാടാ പൊന്നുമോനെ, വാടാ പൊന്നുമോനെ, മുങ്ങിച്ചാകല്ലടാ. മുങ്ങിച്ചാകാൻ വേണ്ടി പോവുകയാ. വെള്ളം പൊങ്ങി പൊങ്ങി വരികയാണ്. പൊന്നുമോനെ, വന്ന് കപ്പലിൽ കയറടാ. വാപ്പാന്റെ മതത്തിലേക്ക് വന്ന് വരുവോടാ എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ വാപ്പയോട് പ്രിയപ്പെട്ട കൻആൻ എന്ന് പറയുന്ന പൊന്നുമോര് മുങ്ങിച്ചാവാൻ അടുത്തായ സമയത്ത് പോലും പറയുന്നത് എന്തെന്നറിയോ? വാപ്പാ, ഞാൻ മുങ്ങിച്ചെത്താലും പ്രശ്നമില്ല വാപ്പാ, വാപ്പാ, ഞാൻ മുങ്ങിച്ചെത്താലും പ്രശ്നമില്ല വാപ്പാ, ഞാൻ വരൂല്ല വാപ്പാ, നിങ്ങളുടെ മതം ഞാൻ സ്വീകരിക്കൂല്ല വാപ്പാ. എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾ വഴിപിഴച്ചവനാ, നിങ്ങൾ മോശപ്പെട്ടവനാ, നിങ്ങൾ പിഴച്ച വാദക്കാരനാ, പിഴച്ച മതക്കാരനാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വാപ്പാ, ഏത് സന്ദർഭം വന്നാലും വാപ്പാന്റെ മതത്തിൽ പോയി കൂടല്ലടാ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട് വാപ്പാ. അതുകൊണ്ട് നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറൂല്ല വാപ്പാ. നിങ്ങൾ നാട്ടുകാർക്ക് പോയി ദീൻ പ്രബോധനം നടത്തിക്കോ. എൻ്റെ ഉമ്മ പറഞ്ഞത് സത്യമാണ് വാപ്പാ. അതുകൊണ്ട് നിങ്ങളുടെ കപ്പലിൽ കയറാതെ സാവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ, നിങ്ങളുള്ളത് ചെറിയ ജൂതി എന്ന് പറയുന്ന പർവ്വതത്തിലല്ലേ, അതിനേക്കാൾ ഉയരമുള്ള പർവ്വതത്തിലേക്ക് കയറി ഞാൻ രക്ഷപ്പെടാം വാപ്പാ എന്ന് പ്രിയപ്പെട്ട വാപ്പയോട് കൊഞ്ഞണം കുത്തി. ആ പൊന്നുമോന് പറയാൻ, ആ പൊന്നുമോനെ പ്രേരിപ്പിച്ചതാരാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയാണ്, ഒരു ഉമ്മയാണ്. മക്കൾ ഉമ്മാന്റെ കൂടെ, ഉമ്മക്ക് എന്ത് കഴിയും? സ്വന്തം പ്രവാചകൻ 1050 വർഷങ്ങളോളം ജീവിച്ച, 950 വർഷങ്ങളോളം മതം പറഞ്ഞു നടന്ന ഒരു പ്രവാചകന്റെ മോനെ പഴപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഒരു ഉമ്മക്ക് കഴിയും. അത് നമുക്ക് ചിന്തിച്ചാലേ മനസ്സിലാവൂലേ. ഗൾഫ് രാജ്യത്തും നാട് വിട്ടൊക്കെ പണിയെടുക്കുന്ന ആളുണ്ട്. നമ്മൾ പോകുന്ന ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലാണ്. അതേ സമയത്തോ 24 മണിക്കൂറും മക്കളുമായി ഇടപഴകി ജീവിക്കുന്നതാരാ? അമ്മമാരാണ്. അതുകൊണ്ട് അവർ നന്നായാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അതാണ് വിശുദ്ധ ഖുർആൻ പോലും പറയുന്നത്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബസ ലാ യഖ്റുജു മിൻഹു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിൽ നിന്നേ നല്ല സസ്യങ്ങൾ മുളക്കുള്ളൂ. നല്ല സസ്യങ്ങൾ മുളക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല ഭൂമിയാവണം. നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ നല്ല ഉമ്മയാവണം. മറ്റൊരു ഉമ്മയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഒരു നല്ല ഉമ്മ. ഒരു ഉമ്മ നന്നായാൽ എന്താവും? അല്ലാഹുവിന്റെ ഖുർആൻ ആ ഉമ്മയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഫലമ്മാ ബലഗ മഅസായി ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫൽ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ആരാ? ഫലസ്തീനിന്റെ മണൽത്തരികളിൽ നിന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഗൈറുദീസറ എന്ന് വിശ്ലേഷിപ്പിക്കപ്പെട്ട വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരു മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിന്റെ മണൽത്തരിയിൽ നിന്ന് ഇന്ന് യുദ്ധം നടക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ഉമ്മത്തിന്റെ, ഫലസ്തീനിന്റെയും ഗാസയുടെയും മക്കൾക്ക് അല്ലാഹു പരിപൂർണ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അവസാന വിജയം അവരുടേതാക്കി അല്ലാഹു മാറ്റട്ടെ. അതേ ഭൂമിയിൽ നിന്ന് അത് അറബികളുടെ ഭൂമിയാണെന്നുള്ള തെളിവാണ് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി
വിശുദ്ധമായ മക്കയിലേക്ക് അവിടുത്തെ ഭാര്യയും പൊന്നുമോനെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുമല്ലാത്ത സ്ഥലം, ഒരു പുൽച്ചെടികൾ പോലുമില്ലാത്ത, പൊളിഞ്ഞിടിഞ്ഞു വീണു പോയ, ജനസാന്ദ്രതയില്ലാത്ത, ജനസഞ്ചാരമില്ലാത്ത, ഒരു മനുഷ്യന്റെ വിളിയാളം പോലും കേൾക്കാത്ത സ്ഥലമായിരുന്നു വിശുദ്ധ കഅബാലയം. വിശുദ്ധ മക്കയിലേക്ക് പോയാളെന്ന് വിവക്യേ, അതിലൊന്നും മടി വേണ്ട, അത് വലിയ നിഅമത്താണ്. ഉസ്താദ്, ഞാൻ കിബറനാവില്ലേ? അള്ളാഹു പോയവർക്ക് ഇനിയും പോവാൻ ഭാഗ്യം നൽകട്ടെ. പോവാത്തവർക്ക് കുടുംബസമേതം ഒരു പ്രാവശ്യമെങ്കിലും ആ പുണ്യഭൂമിയിലെത്താൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അത് വലിയൊരു ഭാഗ്യമാണ്. ചില ആളിൽ പൈസ ഉണ്ട്, ഇപ്പൊ വേണ്ട അല്ലേ? ഇപ്പൊ വേണ്ട, എന്തേ? കുറച്ച് കയ്യട്ട് ഉസ്താദേ, വയസ്സായാൽ തന്നെ വയസ്സാപാടെ ബടി പോലെ ആവും. ഇതിനെന്ത് കയ്യല? ആരോഗ്യമുള്ള, സമ്പത്തുള്ള, ആരോഗ്യമുള്ള കാലത്താണ് ഉംറയും ഹജ്ജൊക്കെ ചെയ്യണ്ടേ. അള്ളാഹു അവിടെ എത്താനുള്ള ഭാഗ്യം നൽകട്ടെ. ആ വിശുദ്ധ കഅബാലയത്തിലേക്ക് പോയവർക്കറിയാം, കഅബാലയത്തിന്റെ മത്താഫിൽ ഇടമുറിയാതെ ഒരു ഹജറുൽ അസ്വദ് ചുംബിക്കാൻ 40 ദിവസങ്ങളോളം 2 മാസം തുടരെയായി അവിടെ നിന്നവർക്ക് പോലും അങ്ങനെയുള്ള സൗഭാഗ്യം കിട്ടിയിട്ടില്ല. എന്നാലോചിച്ച് നോക്കിയേ, അപ്പൊ എന്തോ ഒരു ജനസാന്ദ്രതയാണെന്ന് വിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്ത്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്നുമല്ല, ഒരാളും അവിടെയില്ല, ഒരു ജനസഞ്ചയമില്ല, ജനസമ്പർക്കമില്ലാത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് പ്രിയപ്പെട്ട ഹാജറയും പൊന്നുമോൻ ഇസ്മായിലിനെയും താമസിപ്പിക്കുന്നത്. റബ്ബനാ അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ബൈതിക്കൽ മുഹറം. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പൊളിഞ്ഞിടിഞ്ഞ് വീണുപോയ ആ ആദ്യത്തെ പള്ളിയുടെ ചാരത്ത് താമസിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഭാര്യയോട്, ഞാൻ പോന്നു. എവിടേക്ക് പോന്നേ? അള്ളാന്റെ അടുത്ത്. ഞാൻ അള്ളാഹുവിനെ ദർശിക്കാൻ, ഇബാദത്തിന് വേണ്ടി പോവാണ്. സുബ്ഹാന ജല്ല ജലാലു. മുലപ്പാല് കുടിക്കുന്ന ഇസ്മായിലിനെയും ഭാര്യ ഹാജറിനെയും വിട്ടിട്ട് ഇബ്രാഹിം നബി പോവാണ്. എന്നിട്ടോ ആ പ്രിയപ്പെട്ട വാപ്പ പൊന്നുമോനെ കാണാന്, ഭാര്യയെ കാണാന് വരുന്നത് എപ്പോഴും വരൂല്ല, എപ്പോഴും അവരെ സന്ദർശിക്കൂല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ 6 മാസത്തിനോ വർഷത്തിനോ ഒരു പ്രാവശ്യം വരും. ആ പ്രിയപ്പെട്ട പൊന്നുമോനെയും ഭാര്യയും സന്ദർശിച്ച് വീണ്ടും പടച്ചവനിലേക്ക് മടങ്ങുകയാ. അല്ലാഹുവേ പടച്ചവനെ, 6 മാസത്തിനോ വർഷത്തിനോ ഒരു പ്രാവശ്യം വന്ന് കണ്ടുമുട്ടുന്ന വാപ്പാന്റെ ശരിക്കും പരിചയം പോലും ഇല്ലാത്ത പൊന്നുമോനോട് ഒരു ദിവസം പ്രിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിക്കുന്നു, മോനെ, യാ ബുനിയ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. പൊന്നുമോനെ, നിന്നെ അറുക്കണമെന്ന് പടച്ചവന്റെ കൽപ്പനയുണ്ടടാ, നിന്നെ അറുത്തുകൊള്ളണമെന്ന് അള്ളാഹു നീക്ക് സ്വപ്നം കാണിച്ചിരിക്കുകയാണ്. മോനെ, നിന്റെ അഭിപ്രായം എന്തടാ? വാപ്പാന്റെ ശരിക്കും പരിചയം പോലില്ലാത്ത മോനോട് ചോദിക്കാണ്, ഇന്നലെ എനിക്ക് കിനാവ് കണ്ടിന്, എന്ത് നിന്നെ അറക്കണോ? ഇന്നത്തെ നമ്മളെ ഈ മക്കളോട്, നമ്മളെ നാട് ഒബർലെന്നെ മക്കളോട് പറഞ്ഞു, മോനെ, ഇന്നലെ ജാവണിക്ക് ഒരു കിനാവ് കണ്ടിന്, എന്ത് നിന്നെ അറക്കണോ? നിന്റെ അഭിപ്രായം എന്ത്? ഓൻ പറയും, എന്ത് പാപ്പ, ഒരാഴ്ചക്ക് മുന്നേ ഞാനൊരു വെള്ളിയാഴ്ച രാത്രി കിനാവ് കണ്ടിന്, എന്ത് നിങ്ങളെ വെടിവെച്ചിട്ട് കൊല്ലണോ? നിങ്ങളെ അഭിപ്രായം എന്ത്? ഇന്നത്തെ മക്കൾ അങ്ങനല്ലേ? ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് വാപ്പ ചോദിക്കുകയാണ്, നിന്റെ അഭിപ്രായം എന്താ? നിന്റെ തീരുമാനം എന്താ? അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിന്നെ അറുക്കണമെന്നുള്ള പടച്ചവന്റെ തീരുമാനമാടാ. എന്താണ് നിന്റെ അഭിപ്രായം എന്ന് എന്നോട് പറയൂ. ആ സമയത്ത് പ്രിയപ്പെട്ട പൊന്നുമോന് പറയാണ്, വാപ്പാ, ഖാല യാ അബതി ഫൽ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അള്ളാന്റെ തീരുമാനമല്ല വാപ്പാ, പടച്ചവന്റെ കൽപ്പനയല്ല വാപ്പാ, അള്ളാന്റെ തീരുമാനം നടപ്പിലാക്കുക വാപ്പാ. എന്നെ അറുത്തു കൊള്ളണം വാപ്പാ, ഉമ്മയോട് പറയല്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി അർഫാ പരിശുദ്ധമായ മിനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് കടന്നു പോകുമ്പോ കത്തിയും കയറുമായി പോകുന്ന വാപ്പയുടെ പിന്നാമ്പുറത്ത് പോയി ആ പരിശുദ്ധമായ മിനാ താഴ്വരയിൽ വെച്ച് എന്റെ കഴുത്തറുത്തു കൊള്ളണം വാപ്പാ എന്ന് കഴുത്ത് നീട്ടാൻ ആ പൊന്നുമോനെ പ്രേരിപ്പിച്ചതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയാണ്, ഉമ്മാന്റെ മോനാണ്, ഉമ്മ പഠിപ്പിച്ച മോനാണ്.
മറ്റൊരു പൊന്നുമോനെ കുറിച്ച് പറയാണ്, ഒരു ഉമ്മാനെ കുറിച്ച്, ഒരു പെണ്ണിനെ കുറിച്ച്, ഒരു സ്വാലിഹത്തായ പെണ്ണ് അനുഗ്രഹമാണെന്നതിനെ കുറിച്ച് പറയുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ മറ്റൊരു പൊന്നുമോനെ പറയാണ്, വാപ്പയില്ലാതെ അള്ളാന്റെ ദുനിയാവിൽ ജനിച്ചു വീണ ഒരു പൊന്നുമോൻ. ആര്? വാപ്പയില്ലാത്ത ഒരു മോൻ എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ നമ്മളെ പോക്കർച്ചന്റെ മോനല്ല, യത്തീമായ മോനല്ല, വാപ്പയില്ലാതെ എന്നെ ജനിച്ചു. അരേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മാഷാ അല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയില്ലാതെ ജനിച്ച പൊന്നുമോനല്ലേ, അല്ലാഹുവിന്റെ റൂഹല്ലേ. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭം ധരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കുപ്പായ മാലയിൽ ഊതിയപ്പോൾ ഉണ്ടായ പൊന്നുമോനല്ലേ. കുടുംബത്തിന്റെ ആട്ടും തൂപ്പും കേട്ടുകൊണ്ട് ശകാരവാക്കുകൾ കേട്ട് വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയപ്പോ അല്ലാഹുവേ, പടച്ചവനെ, പടച്ചവന്റെ സഹായത്തോടുകൂടെ പ്രസവിച്ച മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, ആ പ്രിയപ്പെട്ട ഉമ്മയുടെ പൊന്നുമോനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഒരു പുരുഷ സമ്പർക്കമില്ലാതെ ജനിച്ച പ്രിയപ്പെട്ട പൊന്നുമോൻ ഉമ്മാന്റെ പരിപൂർണ സംരക്ഷണത്തിലായി വളരുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ, ഇന്ന് ബാനലോകത്താണ്, നാലാനാകാശത്തിലാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകാവസാനമാകുമ്പോ ഇവിടെ ഇറങ്ങി വരികയാണ്. ഒരുപാട് കാലമില്ലല്ലോ, ഒരുപാട് സമയമില്ലല്ലോ, അടുത്തടുത്ത് വരികയല്ലേ. ഒരുപാട് അടയാളങ്ങൾ ഭൗതിക ലോകത്ത് പുലരുകയല്ലേ. ഏറ്റവും വലിയ ഫിത്നയാകുന്ന ദജ്ജാൽ, ആ ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി അവസാനം മുസൽമാന്റെ ഈമാനെ പഴപ്പിക്കാൻ, ഈ ഉമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാൻ, മനസ്സിന്റെ അകത്തളത്തുള്ള കൽബിലുള്ള ഈമാൻ ഊരിയെടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുമല്ലോ. ദജ്ജാലിനെ കണ്ടവരല്ല, ദജ്ജാലിന്റെ രൂപഭാവങ്ങളെ കേട്ട് പഠിച്ചവർ മാത്രമാ. ആ ദജ്ജാലിനെ കുറിച്ച് 5 നേരം പഠിച്ചവനോട് നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് ആ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അഭയം തേടുന്നവരാ. അതും നമ്മുടെ നമസ്കാരത്തിന്റെ അകത്തളത്തിൽ വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ദജ്ജാലിന്റെ ഫിത്നയാണ് ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ആ ദജ്ജാൽ വന്ന് ഭൗതിക ലോകത്തിന്റെ ഉമ്മത്തിന്റെ ഈമാൻ ഇല്ലായ്മ ചെയ്യുമ്പോ എത്ര വലിയ തിളങ്ങുന്ന ഈമാനുള്ളവനായാലും, എത്ര വലിയ തഖ്വയുള്ളവനായാലും, എത്ര വലിയ ആബിദായാലും, ആരിഫായാലും, ആലിമായാലും അവനെ പഴപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദജ്ജാലിനെ കൊന്നൊടുക്കാൻ വേണ്ടി മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഉമ്മാന്റെ സംരക്ഷണത്തിൽ മാത്രം വളർന്നുപോയ പ്രിയപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവേ, പടച്ചവരെ, ആ ഉമ്മയുടെ തർബിയത്തിൽ വളർന്ന ആ പൊന്നുമോനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ റആ ഈസാ യദൂബു ദജ്ജാലു കമാ യദൂബുൽ മിൽഉ ഫിൽ മാ. വെള്ളത്തിൽ ഉപ്പ് ഉരുകും പോലെ, വെള്ളത്തിൽ ഉപ്പ് എങ്ങനെയാണ് ഉരുകിപ്പോകുന്നത്, അങ്ങനെ തന്നെ ദജ്ജാല് മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിനെ കാണുമ്പോ ഉരുകിപ്പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഉമ്മ വളർത്തിയ മോനാ. ഉമ്മയാണ് ആ നിലവാരത്തിലേക്ക് എത്തിയത്. ഉമ്മയാണ് ആ നിലവാരത്തിലേക്ക് ആ പൊന്നുമോൻ എത്തിച്ചത്. ഒരു ഉമ്മാക്ക് എന്തും കഴിയും. ഈ ഒബർലയിൽ തന്നെ, ഈ കുഗ്രാമത്തിൽ തന്നെ ഒരു യുഗപുരുഷനെ വളർത്തിയെടുക്കാനും ഉണ്ടാക്കാനും ഈ സദസ്സിലിരിക്കുന്ന ഒരു ഉമ്മാക്ക് കഴിയും. അത് വലിയ പണിയൊന്നുമല്ല. ഇന്ന് 30ാം കുത്തുബിയത്ത് വാർഷികല്ലേ എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ, ആ പഴയ പാരമ്പര്യം ഇപ്പോഴുണ്ട്. നമ്മൾ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഇങ്ങനെ വിധത്തിന്റെ ആൾക്കാർ ഇങ്ങനെ വന്ന് കടന്നുകൂടാണ്. അത് വേണ്ട, ഇത് വേണ്ട, ഫസ്റ്റ് ആകെ സോപ്പടിക്കും. പിന്നെ നമ്മളെ കൈക്കലാക്കിയിട്ട് അവസാനം ഒന്നുമില്ലാതെ ആക്കിയിട്ട് മരിച്ച ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് തൽക്കീനോദാനും യാസീനോദാനും മക്കളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെ നാട്ടിലുണ്ടാരും? നമ്മളെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാ. ഉണ്ടാ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അവരുടെ ഷറാണ് ഏറ്റവും വലിയ ഷർ. ദജ്ജാലിന്റെ ഷർ പോലെ ഇപ്പോൾ കടന്നുകൂടി ഷറാണ് അവരുടെ ഷർ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
ആരുടെ പേരിലാണ് ഇന്ന് 30-ാം കുതുബിയത്ത് വാർഷികം നടത്തുന്നത്? മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ മഹാനുഭാവൻ വളർന്നതാരാ? ഉപ്പയില്ലായിരുന്നു, ഉമ്മാന്റെ സംരക്ഷണത്തിൽ വളർന്ന പൊന്നുമോനാണ്. തിങ്കളിൽ വിളങ്ങിയെങ്കും ലംഘിടും പൂമാനേ, പുണ്യ ബഗ്ദാദിൽ മറൈന്ത ഗൗസ് മുഹിയുദ്ദീനേ, സത്യദീനിൻ പൊൻപ്രഭ വീശിയ ശൈഖോരല്ലേ, എന്നും ആലോകരിൽ തണലായി പ്രഭ ചൊരിഞ്ഞോരല്ലേ, സത്യമേ ദീനിന്റെ തണല എന്ന് കാട്ടിയ നൂറേ, സത്യത്തിന്മേലാണിദറജ നേടിയെടുത്തോരേ, ബനൈതുഹാഗ അല സ്വിദ്ഖി എന്നോരേ, എന്നും ആലോകരിൽ തണലായി പ്രഭ ചൊരിയും നൂറേ. ആരായിരുന്നു ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി? ആ മഹാനുഭാവനന്റെ പ്രിയപ്പെട്ടവരെ, വിലായത്തിന്റെ പരമോന്നതമായ പറുദീസയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാ? ഔലിയാക്കന്മാരുടെ നേതാവായി ബഗ്ദാദിന്റെ പരിശുദ്ധമായ മണൽത്തരികളിൽ ആ മഹാനുഭാവനെ കിടക്കുന്നത് എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട ഒബർലക്കാരാ, കേവലം നിസ്കരിച്ചതുകൊണ്ട് മാത്രമല്ല, ആരാധന ചെയ്തതുകൊണ്ട് മാത്രമല്ല, തരീഖത്തിലൂടെ പടച്ചവനെ കടുത്തതുകൊണ്ട് മാത്രമല്ല, ആലിമും ആരിഫും ആബിദും പരിശുദ്ധമായ തഖ്വയിൽ അനുഷ്ഠിതമായ ജീവിതം നയിച്ചതുകൊണ്ട് മാത്രമല്ല, മറിച്ചെന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാനുഭാവനെ പറയുകയാ, ഔലിയാക്കന്മാരുടെ നേതാവായി ബഗ്ദാദിന്റെ രാജാവായി ലോക ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ തലപ്പത്ത് നിൽക്കാൻ ആ മഹാനുഭാവനെ പ്രേരിപ്പിച്ചത്, ആ മഹാനുഭാവനെ കൊണ്ടെത്തിച്ചത് സ്വിദ്ഖാണ്. സ്വിദ്ഖാ, സത്യസന്ധതയാ. അതല്ലേ മഹാനുഭാവൻ പറയുന്നത്, തന്റെ 7-ാം വയസ്സിൽ ബഗ്ദാദിലേക്ക് വിശുദ്ധമായ ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, പൊന്നുമോനാ കുഞ്ഞുമോനാ, പടച്ച റബ്ബേ, ബഗ്ദാദിലേക്ക് ഉമ്മയോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഉമ്മയോട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ ഉമ്മ പറഞ്ഞു, മോനെ നിന്നെ ഞാൻ പറഞ്ഞേക്കുകയാണ് ബഗ്ദാദിലേക്ക്, പക്ഷേ തിരിച്ചു വരവിനൊരു അവസരമില്ല മോനെ. പൊന്നുമോന്റെ മുഖത്തേക്ക് ചുംബനം നൽകിക്കൊണ്ട് 7 വയസ്സുള്ള തങ്കകുടത്തോട് പറയുകയാ, മോനെ നിന്നെ ഇനി കാണുന്നത് പടച്ചവന്റെ സ്വർഗലോകത്ത് വെച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വസിയത്തുകൾ പറഞ്ഞുകൊണ്ട് 40 ദിർഹം പരിശുദ്ധ പൊന്നുമോന്റെ അവിടത്തെ കുപ്പായമാലയിൽ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പൊന്നുമോനോടൊരു വസിയത്ത് പറയുകയാണ്, മോനെ നീ പോകുന്ന വഴിയുണ്ടല്ലോ, വനാന്തരാളങ്ങളുള്ള ഒരുപാട് കൊള്ളയടിക്കാനുള്ള കവർച്ച നടത്തുന്ന ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി വെട്ടി നുരുക്കിയ സ്ഥലമാണ് മോനെ. അതുകൊണ്ട് പോകുന്ന ബഗ്ദാദിലേക്കുള്ള വഴിയുണ്ടല്ലോ, പ്രയാസകരമായ വഴിയാണ്, ഒരുപാട് കള്ളകാക്കന്മാരുള്ള വഴിയാണ്. അതുകൊണ്ട് പൊന്നുമോനെ, ബഗ്ദാദിലേക്ക് കടന്നു പോകുന്ന സമയമുണ്ടല്ലോ, വനാന്തരാളത്തിൽ നിന്നെ ആരെങ്കിലും പിടികൂടി നിന്റെ ഈ സമ്പത്ത് കവർച്ച ചെയ്യാൻ വന്നാൽ തല പോയാലും പൊന്നുമോന് കളവ് പറയില്ലടാ, ആരോടും കളവ് പറയല്ലടാ, ആരോടും ഒരു വാക്ക് പോലെ അവിടെ നിന്നില്ലായ്മ പറയല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോനെ ബഗ്ദാദിലേക്ക് യാത്ര പറഞ്ഞയച്ചപ്പോ പൊന്നുമോന് യാത്ര തിരിക്കുകയാണ്. ബഗ്ദാദിലേക്ക് ചെല്ലുമ്പോ വഴിമധ്യത്തിലൂടെ നിങ്ങൾക്കറിയാം, ചരിത്രം വിശാലമാണ്, ആ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഗൗസുൽ ആലം തങ്ങളെ 40 കള്ളന്മാരെ കാണുകയും ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി അവസാനം ഈ കുഞ്ഞുമോനോട് ചോദിക്കുമ്പോ, തന്റെ ഉമ്മ ചെലവിന് വേണ്ടി കൊടുത്ത ബഗ്ദാദിൽ താമസിക്കുന്ന കാലം വരെയുള്ള തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ആഹാരത്തിനും കിതാബിന് വേണ്ടി കൊടുത്ത 40 ദിർഹമുണ്ടെന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും മുസ്ലിമായി പരിശുദ്ധ ഔലിയാഇന്റെ വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിപ്പോയെങ്കിൽ ചരിത്രം വിശാലമാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമോന് ബഗ്ദാദിൽ ഇൽമു പഠിച്ച് ഉന്നത നിലവാരത്തിലേക്ക് എത്തി അവസാനം വിലായത്തിന്റെ പരമോന്നത പറുദീസയിലേക്ക് എത്താൻ ആ പൊന്നുമോനെ അത്രയും വലിയ പദവിയിലേക്ക് എത്തിച്ചത് ഇന്നിതായി ഒബർല എന്ന് പറയുന്ന ഈ കൊച്ചു പ്രദേശത്ത് പോലും ആ മഹാനുഭാവന്റെ നാമധേയം സ്മരണയിടുന്ന
പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഉമ്മ പഠിപ്പിച്ച സത്യസന്ധതയാ. ആ പൊന്നുമോനാ നിലവാരത്തിലേക്ക് എത്തിയത് ഒരു ഉമ്മ പോറ്റിയ മോനാണ്. ഒരു ഉമ്മാക്ക് എന്ത് കഴിയും? ഒരു ഉമ്മാക്ക് എന്തും കഴിയും. അതുകൊണ്ടാണ് അള്ളാന്റെ പരിശുദ്ധ റസൂൽ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞത്, ആ ഉമ്മാക്കെന്നല്ല, ഒബർലയുടെ ഈ നാട്ടിൽ താമസിക്കുന്ന നിന്റെ വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കഴിയുന്ന പ്രിയപ്പെട്ട ഒരു പെണ്ണിനുമുണ്ടല്ലോ, ഈ നാട്ടിലുള്ള ഒരു ഇതിഹാസ പുരുഷനെ വാർത്തെടുക്കാൻ കഴിയുമെന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല യുഗപുരുഷനെ വാർത്തെടുക്കാൻ കഴിയുമെന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂൽ അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദുന്യാ കുല്ലുഹാ മതാ, ഈ ദുനിയാവ് മുഴുവനും ചരക്കുകളാണ്. അള്ളാന്റെ നിരീക്ഷണത്തിന് അപേക്ഷിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന അബ്ദുൽ കരീം ഫൈദി ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ് അടക്കമുള്ള, കമ്മിറ്റി പ്രസിഡന്റ് അടക്കമുള്ള നിങ്ങളും ഞങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിൽ ചരക്കുകളാണ്. പടച്ചവന്റെ നിരീക്ഷണത്തിന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ചരക്കുകളാ. എന്നാൽ വഖൈറു മതാഇദ് ദുനിയാ, ഈ ദുനിയാവിന്റെ ഏറ്റവും ഉത്തമമായ ചരക്ക് ഏതാണെന്നറിയോ? ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ചരക്ക് ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽ മർഅതു സ്വാലിഹാ, അൽ മർഅതു സ്വാലിഹാ. ഒബർലയിലുള്ള നിന്റെ വീടിന്റെ അടുക്കളയിൽ ജീവിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവൾ അല്ലാഹുവിനെ പേടിക്കുന്നവളാ, 5 നേരം നിസ്കരിക്കുന്നവളാ, ഖുർആൻ ഓതുന്നവളാ, ഇബാദത്ത് ചെയ്യുന്നവളാ, സിനിമ സീരിയൽ റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സിരിക്കാത്ത പെണ്ണാ, പടച്ചവനെ ഭയന്ന് പറന്നുകൊണ്ട് ജീവിക്കുന്ന പെണ്ണ് നിന്റെ ഭാര്യയാണെങ്കിൽ, ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ രത്നമാണവള്, ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള ഭാര്യമാരാക്കി നമ്മുടെ ഭാര്യമാരെ മാറ്റട്ടെ. ഒരു മനുഷ്യന്റെ ജീവിത വിജയം തന്നെ 4 കാര്യങ്ങളെ കൊണ്ടാണ് നിലനിൽക്കുന്നത്. 4 കാര്യമുണ്ട് ഉസ്താദ്. എന്ത്? 2 മക്കൾ ഗൾഫിലുണ്ട്, പിന്നെ കുറച്ച് തോട്ടമുണ്ട്, നമ്മുടെ നാടല്ലേ തോട്ടത്തിന്റെ നാടല്ലേ, പിന്നെ കുറച്ച് ബിസിനസ് കച്ചവടമെല്ലാം ഉണ്ട്. ഇതല്ല, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, 4 കാര്യം നിന്റെ ജീവിതത്തിലുണ്ടോ, നിന്റെ ജീവിതം നാളെ മുതൽ വിജയത്തിന് നിശ്ചിതമാവുകയാണ്. ഏതാ 4 കാര്യം? ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജാറു സ്വാലിഹ്, സ്വാലിഹായ ഒരു നല്ല അയൽവാസി, സ്വാലിഹായ ഒരു നല്ല അയൽവാസി ഉണ്ടാ. നമുക്ക് അയൽവാസികളെന്ന് പറഞ്ഞാൽ ആരാ? അപ്പുറത്തവരെ ഇപ്പുറത്തവരല്ല. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നിന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള 40 വീട്ടുകാർ, ഈടെ വീട് നോക്കണമെന്ന് സോങ്കാൾക്ക് പോകണം ഉസ്താദേ, അന്ന് പയ്യോളിക്കൊക്കെ എത്തണം. അതാരും ആവട്ടെ, നിന്റെ പൊരന്റെ ചുറ്റുഭാഗത്ത് കുറെ പൊരയില്ലേ, 40 വീട്ടുകാരില്ലേ, അവരെ ഒരു വാക്ക് കൊണ്ടുപോലും നീ വേദനിപ്പിക്കാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. അവരെ വിഷമിപ്പിച്ചാ നിന്റെ ദുനിയാവും പോയി, നിന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല. രണ്ടാമതായി പറയുകയാണ്, അൽ മർക്കബുൽ ഹനീ, നല്ലൊരു വാഹനം വേണം ജീവിതത്തിൽ. വണ്ടി ഓട്ടാൻ അറിയുന്നില്ല ഉസ്താദേ, വണ്ടി ഓട്ടാൻ അറിയണം, ഞാൻ ചെറിയൊരു വണ്ടി എന്തെങ്കിലും സ്കൂട്ടി അങ്ങ് എടുക്കണം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ മസ്കൂനുൽ വാസി, വിശാലമായ ഒരു വീട്. വിശാലമായ വീട് എന്ന് പറയുമ്പോ നിയമസഭാ മന്ദിരം പോലെ കെട്ടിയിടപ്പെട്ട ആ വീട്ടിലുള്ളതാകെ 4 ആളാണ്. 10 മുറികളുണ്ട്, 10 റൂമുകളുണ്ട് ആ വീട്ടിൽ. ആ വീടിനെ കുറിച്ചല്ല പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും റാഹത്തും, ചെറിയ കുടിലാണെങ്കിലും സന്തോഷമുണ്ട്, അങ്ങനത്തെ വീടാണ്. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത് സ്വാലിഹത്തായ ഭാര്യ. സ്വാലിഹത്തായ ഭാര്യ, ഖുർആൻ പോലും പറയാണ്, ആരാണ് സ്വാലിഹത്തായ ഭാര്യ? ഫസ്വാലിഹാതു ഖാനിതാതുൻ, അവൾ നിന്നെ അനുസരിക്കുന്നവളാണ്. റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറയാണ്, ഖൈറുൻ നിസായി ഇദാ നളർത ഇലൈഹാ സറത്ക, നീ ഭയങ്കര ടെൻഷനും പ്രയാസവും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ താണ്ടി നിന്റെ പുരയിലേക്ക് പോകുമ്പോൾ നിന്റെ ഭാര്യ നിന്നെ അണിഞ്ഞൊരുങ്ങി സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്. അവളെ കാണുമ്പോൾ തന്നെ നിന്റെ ടെൻഷനൊക്കെ മാറാണ്. എന്നാൽ അവൾ സ്വാലിഹത്തായ പെണ്ണ്. നമുക്ക് മാറുന്നതാ കൂടുന്നതാ എന്ന് പറഞ്ഞേ? ഭാര്യനെ കാണുമ്പോ
ഉസ്താദെ മീൻ മാർക്കറ്റിലൊക്കെ പോയ പോലെ അല്ലേ, ചില ബാലിക്കാർ പറയാറുണ്ട്, ആ കാഷ്ടവും മൂത്തിലൊക്കെ ഇതായിട്ട് ഒരു സ്മെല്ലടിച്ച് വരുന്നല്ലേ, ഇങ്ങനത്തെ ഒരു അവസ്ഥ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്താക്കട്ടെ. അപ്പോ മനുഷ്യൻ അല്ലാഹു നൽകിയ വിലമതിക്കാൻ പറ്റാത്ത ഒന്നാമത്തെ അനുഗ്രഹം സ്വാലിഹത്തായ ഭാര്യയാണെങ്കിൽ, രണ്ടാമതായി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ വബർലക്കാരാ, നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് അനുഗ്രഹങ്ങളെ ഭൗതിക ലോകത്ത് സമ്മാനിച്ചുവല്ലോ. എന്നാൽ ഞാൻ 1, 2, 3 അനുഗ്രഹങ്ങളെ കുറിച്ചാ പറയുന്നത്. ആ 1, 2 അനുഗ്രഹങ്ങളിൽ വെച്ച് ഒന്നാമത്തെ അനുഗ്രഹം നിന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയാണെങ്കിൽ, രണ്ടാമത്തെ അനുഗ്രഹം ഏതാ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് അല്ലാഹു ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? രണ്ടാമത്തെ വിലമതിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? നിനക്കല്ലാഹു തന്ന മക്കളാ, നിനക്കല്ലാഹു തന്ന മക്കളാ. മക്കൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആലോചിച്ച് നോക്കിയേ അല്ലേ? മക്കളുടെ ഗൗരവവും മക്കളുടെ വിലയും നമുക്കറിയുന്നത് എപ്പോഴാണെന്നറിയോ? മക്കളില്ലാത്തവരെ കാണുമ്പോൾ. അള്ളാഹു മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്കോർമ്മ വരികയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് അന്തമാൻ നിക്കോബർ എന്ന് പറയുന്ന ദ്വീപിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ 5 ദിവസത്തിന്റെ പ്രഭാഷണത്തിന് വേണ്ടി ആ നാട്ടിലേക്ക് കടന്നുപോയപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വീട് ഞങ്ങൾക്ക് തന്നു. ഞാനും പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദുമുണ്ടായിരുന്നു. അല്ലാഹുവേ പടച്ചവനെ, വലിയ കോടിക്കണക്കായ രൂപകൾ കൊടുത്തുണ്ടാക്കിയ നല്ല ഒരു വീടാണ്. അല്ലാഹുവേ, സ്വർഗീയ സമാനത്തെ പോലും ഓർമ്മിപ്പിക്കുന്ന വീടിൻ്റെ അകത്തളത്ത് 5 ദിവസം താമസിക്കുമ്പോ റബ്ബേ, 5 ദിവസം കഴിഞ്ഞ ആ വീട് വിട്ട് ഇറങ്ങുമ്പോ, നാട്ടിലേക്കുള്ള യാത്ര തിരിക്കുമ്പോ, ദുആഇന് വേണ്ടി പുറപ്പെടുമ്പോ ആ വീട്ടുകാരനോട് സയ്യിദ് അവറുകൾ ചോദിച്ചു, പ്രിയപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി 2 പേർക്ക് വേണ്ടി നിന്റെ ഭാര്യ മക്കളെ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിച്ചതാണോ? ഒരു അലങ്കോലമില്ലല്ലോ, ഒരു ശബ്ദകോലാഹലങ്ങളില്ലല്ലോ. കാരണം മക്കളുള്ള വീടെങ്ങനെയല്ലേ? എപ്പോഴും ചിരിയാണ്, എപ്പോഴും കളിയാണ്, എപ്പോഴും തമാശയാണ്, എപ്പോഴും കരച്ചിലാണ്, എപ്പോഴും വാപ്പാ ഉമ്മ എന്നുള്ള വിളിയാണ് മക്കളുള്ള. നമുക്കറിയാമല്ല നമ്മുടെ മക്കളുടെ വില. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ അങ്ങനെയുള്ള ശബ്ദകോലാഹലങ്ങളില്ല, ഒരു ശബ്ദവുമില്ല, ഒരു കളിയില്ല, ഒരു ചിരിയില്ല. ഞങ്ങൾ വിചാരിച്ച് മാറ്റി പാർപ്പിച്ചതായിരിക്കുമെന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോ ചെറുപ്പക്കാരന് പറയാണ്, ഉസ്താദേ, ഞങ്ങൾക്ക് മക്കൾ വേണ്ടേ? ഇവിടെ കളിയും ചിരിയും കാണാനും കേൾക്കാനും ഞങ്ങൾക്ക് മക്കളില്ല ഉസ്താദ്. കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി ഉസ്താദേ, ഇന്നേ വരെ അല്ലാഹു ഒരു കുഞ്ഞുകാല് കാണാൻ ഞങ്ങൾക്ക് ഔദാര്യം തന്നിട്ടില്ല ഉസ്താദ്. അല്ലാഹു ആ ചെറുപ്പക്കാരന് ഒരു കുറവും കൊടുത്തിട്ടില്ല. അന്തമാൻ നിക്കോബർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ നാട്ടിൽ 100 കണക്കായ ബസ്സുകളുള്ള, ഗൾഫ് രാജ്യത്തും നാടുകളിലും ഒരുപാട് ബിസിനസ് ഉള്ള, വലിയ ആധിക്യങ്ങളും വരുമാനങ്ങളുള്ള ഒരു പ്രിയപ്പെട്ടവനെ പറയുകയാണ്, അല്ല എത്ര അനുഗ്രഹങ്ങൾ തന്നാലെന്തേ, നിഅമത്തുകൾ തന്നാലെന്തേ, കോടിക്കണക്കായ സമ്പത്തുകൾ കൈനീട്ടി വാരിട്ട് പോലും ഉസ്താദേ, ഇന്നേ വരെ 18 വർഷത്തിൽ ഒരു കുഞ്ഞുകാല് കാണാൻ അല്ലാഹു ഞങ്ങൾക്ക് ഭാഗ്യം തന്നിട്ടില്ല. ദുആ ചെയ്യണമെന്ന് പറയുമ്പോ എൻ്റെ വബർലയിലുള്ളവരെ ഞാനൊന്ന് ചോദിക്കട്ടെ, കഞ്ഞിവെള്ളം കുടിച്ചാലെന്തേ, പട്ടിണി പാവമായാലെന്തേ, ഉടുതുണിക്ക് മറുതുണിയില്ലെങ്കിലെന്തേ, ചെറ്റപ്പുരയിൽ താമസിച്ചാലെന്തേ, അല്ലാഹു ഞങ്ങൾക്കും നിങ്ങൾക്കും 3, 4 മക്കളെ തന്നില്ല മുസ്ലിമേ.